ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല ദോശയുടെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ കറിയുടെ ആവശ്യവും ഇല്ല. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികളായാലും ശരി, മുതിർന്നവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും. ഗോതമ്പ് പൊടി ഇതിൽ ചേർത്തതായതിൻ്റെ ഒന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം അതിനെടുത്തിരിക്കുന്നത് 2 ചക്കരക്കിഴങ്ങാണ്. ഈ ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾക്കൊന്ന് ചെത്തിയെടുക്കണം. ഇത് നാടൻ കിഴങ്ങാണ്, അതുകൊണ്ടാണ് ഈ തൊലിപ്പുറമേ ഇങ്ങനെ കറുപ്പ് കളറൊക്കെ ഉള്ളത്. ഉള്ളു നല്ല ക്ലീനാണ് കേട്ടോ. കേടൊന്നും ഇല്ലാത്ത ചക്കരക്കിഴങ്ങാണ്. ഞങ്ങളിവിടെ ചക്കരക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. മധുരക്കിഴങ്ങ് ഒക്കെ പറയും ഇതിന്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾക്കിതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അരഞ്ഞ് കിട്ടുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇത് അരിഞ്ഞിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം മിക്സിയുടെ ജാറിലിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള അംഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ എണ്ണവും ഒന്ന് കൂട്ടി കൊടുക്കുക. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം ഈ ബാറ്റർ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ദോശ മാവിൻ്റെ പരുവത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾക്കിത് തയ്യാറാക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചുട്ടെടുക്കാം. അപ്പോൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു തവി ഒഴിച്ച് നമുക്കിത് പരത്തി ചുട്ടെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എത്ര നേർത്തതായിട്ടും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഇതുവരെ ആരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മധുരക്കിഴങ്ങ് അധികം കുട്ടികൾക്ക് ഇഷ്ടമാവില്ല കഴിക്കാൻ. അത് പുഴുങ്ങിയിട്ടൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. മാത്രമല്ല അത് അറിയാനും പറ്റില്ല അവർക്ക്. ഇപ്പം മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാനും പറ്റില്ല. അത്രയും ടേസ്റ്റുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. മധുരക്കിഴങ്ങിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ദോശക്കല്ലിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ദോശക്കല്ലിൽ നിന്ന് ദോശ വിട്ട് വരുന്നില്ല എങ്കിൽ ദോശ ചുടുന്നതിനും കുറച്ച് മുന്നേ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം കല്ല് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചതിന് ശേഷം ഈ ദോശ മാവ് ഒഴിച്ചിട്ട് നിങ്ങൾ പരത്തിയെടുക്കുകയാണെങ്കിൽ ദോശ നമുക്ക് കല്ലിൽ നിന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മളുടെ മധുരക്കിഴങ്ങ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.
അപ്പോൾ ഇതുപോലെയുള്ള ഞാൻ നാടൻ വിഭവങ്ങളാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ കൈകളിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ അധികവും എല്ലാം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.